ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആഗോള തിരുസഭ ഇന്നേ ദിവസം സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ ദിനമായി ആചരിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൽ മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭ മരിച്ചവരെ ഓർക്കുവാൻ വേണ്ടി ഒരു പുണ്യദിനം നൽകുന്നു. ഏറെ ശ്രേഷ്ഠമായ ഒരു ആചാരമാണിത്. മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല, പ്രത്യാശയുടെ പടിവാതിലാണ് മരണമെന്നും മരണം ഒരു മതിലല്ല, മറിച്ചത് വാതിലാണെന്നും പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ഈ മരണത്തിനപ്പുറം പ്രത്യാശയുടെ കൃപയുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിക്കും അവൻ്റെ ബോധ്യങ്ങൾക്കും അതീതമായ നിത്യതയുടെ മഹത്വമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവനെ സ്പർശിക്കുകയില്ല. അവൻ മരിച്ചതായി ഭോക്ഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാടായും നാശമായി അവർ കരുതി. എന്നാൽ അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ഇതാണ് സത്യം. മരണപ്പെട്ട ഒരു വ്യക്തിയും തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്നോ, അവർ അനുഭവിക്കുന്ന ശാശ്വതമായ സമാധാനം മനുഷ്യവാക്കുകളിൽ അവർണ്ണനീയമാണ്. അത് ദൈവികമായ ഒരു അനുഭവമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു: പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരും പാപികളുമായിരിക്കെ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരണം വരിച്ചു. ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരണം വരിക്കുവാൻ തയ്യാറാകില്ല. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരണം വരിച്ചു. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ മഹത്വം ഭൂമിയെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തു ഓരോ മരണഭവനത്തിലും പ്രവേശിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്: ബാലിക മരിച്ചിട്ടില്ല, ബാലിക ഉറങ്ങുകയാണ്. ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. നോക്കൂ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ തട്ടി ഉണർത്തുന്ന മനസ്സോടെയാണ് ക്രിസ്തു മരിച്ചവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ക്രിസ്തു സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നമുക്ക് നൽകുന്നതും ജീവന്റെ സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്യുന്നതും ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലൂടെയാണ്. ക്രിസ്തു സത്യമായി ഉത്ഥാനം ചെയ്തുവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും ഉത്ഥാനം ചെയ്യും. ഈ വിശ്വാസവും പ്രത്യാശയുമാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും മഹത്തായ ആത്മീയത. നമുക്കൊരു നിത്യജീവനുണ്ട് എന്ന ബോധ്യം നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ വിശ്വസ്തയോടെ ദൈവത്തിരുമുമ്പിൽ വ്യാപരിക്കുവാൻ ബലം നൽകുന്നു. നമ്മൾ പാപികളാണെങ്കിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന ദിവസം കൂടിയാണിത്. മരണം എല്ലാത്തിൻ്റെയും അവസാന വാക്കല്ല, മറിച്ച് ഈ മരണത്തിനപ്പുറം നിത്യതയുടെ മഹത്വമുണ്ടെന്ന് ക്രിസ്തു തെളിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന ബോധ്യം നമ്മെ കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ പ്രേരണ നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു: ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യൻ്റെയും ദൗത്യം ഇതുതന്നെയാണ്. അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. നമുക്കെല്ലാവർക്കും ഒരു ധർമ്മമുണ്ട്. അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. നാം എല്ലാവരും വന്നത് പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ്. നാം തിരികെ പോകേണ്ടതും നമ്മുടെ പിതാവിൻ്റെ യഥാർത്ഥ ഭവനത്തിലേക്കാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ഭവനം ശാശ്വത ഭവനമല്ല, നിത്യതയിലാണ് നമ്മുടെ ശാശ്വതമായ ഭവനം. ആ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള പരിശ്രമമാണ് ഈ ലോകജീവിത കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നാം കൂടുതൽ ശ്രദ്ധയോടെ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കണം. ശവകുടീരങ്ങൾ പ്രത്യാശ നൽകുന്ന ഇടങ്ങളാണ് എന്ന് ക്രിസ്തു പഠിപ്പിച്ചു അവൻ്റെ ഉത്ഥാനത്തിലൂടെ. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും പ്രാർത്ഥന നിർഭരായി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ജീവിത പങ്കാളികൾ, ബന്ധുമിത്രാദികൾ എന്നിവരുടെ ശവകുടീരം സന്ദർശിക്കുമ്പോൾ ഓർക്കുക, ഞാനും നിങ്ങളും നാളെ കടന്നു പോകേണ്ട വഴിയുടെ അടയാളമാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിക്കുവാനും അവൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ ആഴമായി വിശ്വസിക്കുവാനും വേണ്ട വലിയൊരു ബലമാണ് ഈ ദിനം നാം സ്വന്തമാക്കേണ്ടത്. നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടെ മരണം മൂലം വേർപെട്ട എല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവർ നിത്യമായി ആനന്ദം അനുഭവിക്കേണ്ടതിന് ഭൂമിയിലായിരിക്കും നമുക്ക് മരണപ്പെട്ടു പോയ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.